സോ നമ്മൾ ഇന്ന് പഠിക്കുന്നത് HSST എക്സാമിനെ പറ്റിയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനെ പറ്റിയിട്ടാണ്. സിലബസ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫണ്ട് ഫ്ലോ അനാലിസിസ്, ക്യാഷ് ഫ്ലോ അനാലിസിസ്, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്, വാല്യുവേഷൻ ഓഫ് ഷെയർസ് എക്സെട്ര. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫണ്ട് ഫ്ലോ അനാലിസിസ് ആണ്. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഇൻ ദ HSST കൊമേഴ്സ് ഇസ് ദ ഫണ്ട് ഫ്ലോ അനാലിസിസ്. അപ്പോൾ ഫണ്ട് ഫ്ലോ അനാലിസിസ് എന്ന് വെച്ചാൽ ബേസിക്കലി എന്താണ്? ഫണ്ട് മീൻസ് ദ ബ്രോഡർ സെൻസ് ഓഫ് ഓൾ റിസോഴ്സസ് യൂസ്ഡ് ഇൻ ബിസിനസ് ലൈക്ക് മെൻ, മെറ്റീരിയൽ, മണി ആൻഡ് മെഷീനറി. ഫണ്ട് ഫ്ലോയിൽ ഫണ്ട് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രോഡർ സെൻസിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഒരു ബിസിനസ്സിൽ മെൻ, മെറ്റീരിയൽ, മണി, മെഷീനറിനെയാണ് നമ്മൾ ഫണ്ട് എന്ന് നമ്മൾ വിളിക്കുന്നത്. പക്ഷെ ഒരു നാരോ സെൻസിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ട് എന്ന് പറയുന്നത് ഫണ്ട് ഇൻക്ലൂഡ്സ് ക്യാഷ് റിസോഴ്സസ് ഓൺലി. ഫണ്ട് ഇൻവോൾവ്സ് ക്യാഷ് റിസോഴ്സസ് ഓൺലി. പിന്നെ ഇന്റർമീഡിയറ്റ് സെൻസിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടിനെ എന്താണ് വിളിക്കുന്നത് പറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ. ഈ വർക്കിംഗ് ക്യാപിറ്റൽ ആണ് നമ്മൾ തുടർന്നും അങ്ങോട്ട് പഠിക്കേണ്ടത് ഫണ്ട് ഫ്ലോ അനാലിസിസിൽ. അപ്പോൾ ഇന്റർമീഡിയറ്റ് സെൻസിൽ നമ്മൾ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്നാണ് പറയുക. സോ വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ക്ലിയർലി the difference between current assets and current liabilities. Working capital is clearly the difference between current assets and current liabilities. So നമ്മൾ ഫണ്ട് ഫ്ലോ അനാലിസിസിലേക്ക് പോകുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കണം. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ പഠിക്കേണ്ടത് നോൺ കറന്റ് ലയബിലിറ്റീസ് ആണ്. നോൺ കറന്റ് ലയബിലിറ്റീസ് മീൻസ് ലയബിലിറ്റീസും അസറ്റ്സും നമുക്ക് അറിയാം. ലയബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ താഴെ നമ്മൾക്ക് എടുക്കുന്ന ലയബിലിറ്റീസ് അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാനുണ്ടാകുന്ന തുകയെ പറയുന്നതാണ് ലയബിലിറ്റീസ്. അസറ്റ് എന്ന് പറഞ്ഞാലും അത് തന്നെ, ഒരു വർഷത്തിൽ താഴെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വസ്തുവകകളെയാണ് നമ്മൾ അസറ്റ് എന്ന് വിളിക്കുന്നത്. പക്ഷെ ഇവിടെ നോൺ കറന്റ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത് നോട്ട് പേയബിൾ വിത്തിൻ എ ഇയർ ആൻഡ് ഔട്ട് ഓഫ് കറന്റ് അസറ്റ്. ഒരു വർഷത്തിൽ താഴെ കൊടുക്കാൻ പറ്റാത്തതും കറന്റ് അസറ്റിൽ നിന്നും കൊടുക്കാൻ പറ്റാത്തതുമായിട്ടുള്ള ലയബിലിറ്റീസിനെയാണ് നമ്മൾ നോൺ കറന്റ് ലയബിലിറ്റീസ് എന്ന് നമ്മൾ പറയുന്നത്. ജനറലി പേയബിൾ അറ്റ് ദ ലോങ് പീരീഡ് ഓർ അറ്റ് ദ ക്ലോസ് ഓഫ് ദ ബിസിനസ്. അപ്പോൾ ജനറലി പേയബിൾ എത്രയാണെന്ന് വെച്ചാൽ ലോങ് പീരീഡിലോ അല്ലെങ്കിൽ ബിസിനസിന്റെ അവസാന നാളുകളിലോ ആയിരിക്കും നോൺ കറന്റ് ലയബിലിറ്റീസ് നമ്മൾ ബിസിനസ് കൊടുക്കുന്നത്. Next one is a non-current assets. So it is obtained in business for over a long period of time for earning purpose. Okay. അപ്പോൾ ബിസിനസ്സിലെ നോൺ കറന്റ് അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ ബിസിനസ് വാങ്ങിക്കൂട്ടുന്നവയും അതുപോലെ തന്നെ ഏർണിംഗ് പർപ്പസിന് വേണ്ടിയിട്ട്, അതായത് ഈ അസറ്റുകൾ ഉപയോഗിച്ച് കമ്പനിക്കോ ഓർഗനൈസേഷനോ എന്തെങ്കിലും തിരിച്ചെന്തെങ്കിലും ഏൺ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള അസറ്റുകളെയാണ് നമ്മൾ നോൺ കറന്റ് അസറ്റ് എന്ന് നമ്മൾ പറയുന്നത്. So assets not purchased for the purpose of selling and include tangible and fictitious assets. So assets not purchased for the purpose of selling and include tangible, intangible and fictitious assets. അപ്പോൾ സെല്ലിങ്ങിന് വേണ്ടിയിട്ടല്ലാതെ, അതായത് വാങ്ങിച്ചിട്ട് വിൽക്കാൻ വേണ്ടിയിട്ടല്ലാതെ കിട്ടുന്ന അസറ്റുകളെയും നമ്മൾ എന്തിൽ കൂട്ടും? അതിൽ ടാഞ്ചിബിൾ അസറ്റ്, ഇൻടാഞ്ചിബിൾ, ഫിക്ടീഷ്യസ് അസറ്റ്സിനെ നമ്മൾ നോൺ കറന്റ് അസറ്റ്സ് എന്ന് നമ്മൾ പറയും. സോ ഈ കാര്യങ്ങൾ അറിയാമെങ്കിൽ മാത്രമേ നമ്മൾ ഫണ്ട് ഫ്ലോ അനാലിസിസിലേക്ക് നമുക്ക് പോകാൻ പറ്റുകയുള്ളൂ. നെക്സ്റ്റ്, ബാലൻസ് ഷീറ്റിൽ നോൺ കറന്റ് ലയബിലിറ്റീസും നോൺ കറന്റ് അസറ്റ്സും ഏതൊക്കെയാണെന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ നോൺ കറന്റ് ലയബിലിറ്റീസിൽ വരുന്നത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ഡിബെഞ്ചേഴ്സ്, ലോങ് ടേം ലോൺസ്, സർപ്ലസ്, സെക്യൂരിറ്റീസ് പ്രീമിയം, capital reserve, provisions like provision for tax, provision for depreciation on fixed assets, proposed dividend, etc., appropriation of profit, transfer to general reserve, dividend equalization reserve, debenture sinking fund, capital redemption reserve, working men's compensation fund. ശ്രദ്ധിക്കുക, ബാലൻസ് ഷീറ്റിൽ നോൺ കറന്റ് ലയബിലിറ്റീസിൽ വരുന്ന ഐറ്റംസ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ മനസ്സിലാക്കി വെക്കണം. ഇതെന്തായാലും പരീക്ഷയ്ക്ക് ഇതുപോലെ തന്നെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ടാകുന്നതാണ്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ഡിബെഞ്ചേഴ്സ്, ലോങ് ടേം ലോൺ, സർപ്ലസ്, സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്, ക്യാപിറ്റൽ റിസർവ്, പ്രൊവിഷൻസ് ലൈക്ക് പ്രൊവിഷൻ ഫോർ ടാക്സ്, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഓൺ ഫിക്സഡ് അസറ്റ്സ്, പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ്, appropriation of profit, transfer of general reserve, dividend equalization reserve, debenture sinking fund, capital redemption reserve, working men's compensation fund. ഇനി നെക്സ്റ്റ് നോൺ കറന്റ് അസറ്റ്. നോൺ കറന്റ് അസറ്റിൽ വരുന്നത് ബിൽഡിംഗ്, ലാൻഡ് ആൻഡ് മെഷീനറി, ഫർണിച്ചേഴ്സ് ആൻഡ് ഫിക്ചേഴ്സ്, പേറ്റന്റ് റൈറ്റ്സ്, ട്രേഡ് മാർക്ക്, സർപ്ലസ്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബെഞ്ചേഴ്സ്, അഡ്വർടൈസ്മെന്റ് സസ്പെൻസ് അക്കൗണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ലോങ് ടേം അക്കൗണ്ട് ആൻഡ് ഗുഡ്വിൽ, എക്സെട്ര.
അപ്പോൾ നോൺ കറന്റ് ലയബിലിറ്റീസും നോൺ കറന്റ് അസറ്റ്സും തമ്മിൽ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. എന്തൊക്കെ ഐറ്റംസ് ആണ് നോൺ കറന്റ് ലയബിലിറ്റീസിൽ വരുന്നത്, എന്തൊക്കെ ഐറ്റംസ് ആണ് നോൺ കറന്റ് അസറ്റിൽ വരുന്നത് പറ്റി വ്യക്തമായ ഒരു ധാരണ വെക്കണം. സർപ്ലസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ നമ്മൾ നോൺ കറന്റ് അസറ്റിൽ വരും. സർപ്ലസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ നോൺ കറന്റ് ലയബിലിറ്റീസിൽ വരും. ശ്രദ്ധിക്കുക. ക്യാപിറ്റൽ റിസർവ് നോൺ കറന്റ് ലയബിലിറ്റീസ് ആണ്. സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് നോൺ കറന്റ് ലയബിലിറ്റീസ് ആണ്. ഡിബഞ്ചേഴ്സ് എപ്പോഴും നോൺ കറന്റ് ലയബിലിറ്റീസിലാണ്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ നോൺ കറന്റ് ലയബിലിറ്റീസിലാണ്. ഗുഡ്വിൽ, ഫിക്ടീഷ്യസ് അസറ്റ്സ്, ഇൻടാഞ്ചിബിൾ അസറ്റ്സ്, ട്രേഡ് മാർക്ക്, പേറ്റന്റ്സ് എല്ലാം നോൺ കറന്റ് അസറ്റിലായിരിക്കും വരുന്നത്. ഇനി ബാലൻസ് ഷീറ്റിൽ കറന്റ് ലയബിലിറ്റീസും കറന്റ് അസറ്റ്സിലും നമ്മൾ ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. ജസ്റ്റ് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ് എങ്കിലും ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് വൺ ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ബാങ്ക് ഓവർഡ്രാഫ്റ്റ്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്, ഇൻകം ടാക്സ് പേയബിൾ. ഇപ്പോൾ കറന്റ് അസറ്റിൽ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, ഡിബഞ്ചേഴ്സ്, ബിൽസ് റിസീവബിൾ, സ്റ്റോക്ക് ഇൻ ട്രേഡ്, അഡ്വാൻസസ് ടു അതേഴ്സ്, അക്രൂഡ് ഇൻകം, പ്രീപെയ്ഡ് എക്സ്പെൻസസ് എക്സെട്ര. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് മീനിങ് ഓഫ് ഫ്ലോ ഓഫ് ഫണ്ട്സ് ആണ്. ട്രാൻസാക്ഷൻസ് വിച്ച് വിൽ ബ്രിങ് ചേഞ്ചസ് ഇൻ ദി വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ നമ്മൾ എന്തൊക്കെ ട്രാൻസാക്ഷൻസ് നടത്തുമ്പോഴാണ് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റലിൽ നമ്മൾക്ക് എന്ത് ചെയ്യുന്നത്, ചേഞ്ചസ് കൊണ്ടുവരുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ കറന്റ് അസറ്റ്സ് ആൻഡ് നോൺ കറന്റ് അസറ്റ്സ് ആണ്. സെക്കൻഡ് വൺ കറന്റ് അസറ്റ്സ് ആൻഡ് നോൺ കറന്റ് ലയബിലിറ്റീസ് ആണ്. തേർഡ് വൺ കറന്റ് ലയബിലിറ്റീസ് ആൻഡ് നോൺ കറന്റ് ലയബിലിറ്റീസ് ആണ്. ഫോർത്ത് വൺ കറന്റ് ലയബിലിറ്റീസ് ആൻഡ് നോൺ കറന്റ് അസറ്റ്സ് ആണ്. അപ്പോൾ മീനിങ് ഓഫ് ഫ്ലോ ഓഫ് ഫണ്ട്സിൽ നമ്മൾ ആദ്യമേ പഠിക്കുന്ന ട്രാൻസാക്ഷൻസ് വിച്ച് വിൽ ബ്രിങ് ചേഞ്ചസ് ഇൻ ദി വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റലിൽ എന്തൊക്കെ തരത്തിലുള്ള ചേഞ്ചസ് ആയിരിക്കും, എന്തൊക്കെ തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് ചെയ്താലായിരിക്കും വർക്കിംഗ് ക്യാപിറ്റലിൽ ചേഞ്ച് ഉണ്ടാകുക എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ ആദ്യമേ പഠിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ കറന്റ് അസറ്റ്സും നോൺ കറന്റ് അസറ്റ്സും ആണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലിൽ ചേഞ്ച് ഉണ്ടാകും. കറന്റ് അസറ്റും നോൺ കറന്റ് ലയബിലിറ്റീസ് ആണെങ്കിൽ കൂടി വർക്കിംഗ് ക്യാപിറ്റലിൽ ചേഞ്ച് ഉണ്ടാകും. കറന്റ് ലയബിലിറ്റീസും നോൺ കറന്റ് ലയബിലിറ്റീസുമാണ് നമ്മളുടെ ട്രാൻസാക്ഷൻ എങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലിൽ ചേഞ്ച് ഉണ്ടാകും. കറന്റ് ലയബിലിറ്റീസും നോൺ കറന്റ് അസറ്റ്സും ആണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലിൽ ചേഞ്ച് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ കറന്റ് അസറ്റ്സ് ആൻഡ് നോൺ കറന്റ് അസറ്റ്സ് ആണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലിൽ ചേഞ്ച് ഉണ്ടാകും. കറന്റ് അസറ്റ്സ് ആൻഡ് നോൺ കറന്റ് ലയബിലിറ്റീസ് ആണെങ്കിലും വർക്കിംഗ് ക്യാപിറ്റലിൽ ചേഞ്ച് ഉണ്ടാകും. കറന്റ് ലയബിലിറ്റീസ് ആൻഡ് നോൺ കറന്റ് ലയബിലിറ്റീസ് ആണെങ്കിലും വർക്കിംഗ് ക്യാപിറ്റലിൽ ചേഞ്ച് ഉണ്ടാകും. കറന്റ് ലയബിലിറ്റീസ് ആൻഡ് നോൺ കറന്റ് അസറ്റ്സിലാണെങ്കിലും വർക്കിംഗ് ക്യാപിറ്റലിൽ ചേഞ്ച് ഉണ്ടാകും. Transactions which will bring changes to the flow of which will not affect the flow of funds. അപ്പം flow of funds ൽ അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലിൽ ചേഞ്ച് ഉണ്ടാകാത്തത് ഏതൊക്കെ തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് ചെയ്യുമ്പോഴാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ കറന്റ് അസറ്റ്സ് ആൻഡ് കറന്റ് ലയബിലിറ്റീസ്, നോൺ കറന്റ് അസറ്റ്സ് ആൻഡ് നോൺ കറന്റ് ലയബിലിറ്റീസ്, നോൺ കറന്റ് ലയബിലിറ്റീസ് ഓർ നോൺ കറന്റ് അസറ്റ്സ്. അപ്പോൾ ട്രാൻസാക്ഷൻസിൽ ഏതൊക്കെ ട്രാൻസാക്ഷൻസ് ചെയ്യുമ്പോഴാണ് നമ്മളുടെ ഫ്ലോ ഓഫ് ഫണ്ട്സിനെ അഫക്ട് ചെയ്യാത്തത് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ കറന്റ് അസറ്റ്സ് ആൻഡ് കറന്റ് ലയബിലിറ്റീസ്, നോൺ കറന്റ് അസറ്റ്സ് ആൻഡ് നോൺ കറന്റ് ലയബിലിറ്റീസ്, നോൺ കറന്റ് ലയബിലിറ്റീസ്. ഇനി ഫസ്റ്റ് വൺ ശ്രദ്ധിക്കുക. കറന്റ് അസറ്റ്സ് ആൻഡ് നോൺ കറന്റ് അസറ്റ് ആണെങ്കിൽ നമ്മളുടെ ഫ്ലോ വർക്കിംഗ് ക്യാപിറ്റലിനെ അഫക്ട് ചെയ്യും, തീർച്ചയായിട്ടും അഫക്ട് ചെയ്യും. എങ്ങനെയാണ് അഫക്ട് ചെയ്യുന്നുള്ളതിനെ പറ്റി നമുക്ക് നോക്കാം. എനി ട്രാൻസാക്ഷൻ ഓഫ് കറന്റ് അസറ്റ്സ് ആൻഡ് അതർ കറന്റ് അസറ്റ്സ് there is flow of fund. അപ്പോൾ ഒരു കറന്റ് അസറ്റുകളും അല്ലെങ്കിൽ നോൺ കറന്റ് അസറ്റും തമ്മിലുള്ള ഒരു ട്രാൻസാക്ഷൻ ആണെങ്കിൽ അവിടെ ഫ്ലോ ഓഫ് ഫണ്ട് ഉണ്ടാകാനുള്ള ചാൻസ്, അതായത് വർക്കിംഗ് ക്യാപിറ്റലിൽ ചേഞ്ച് ഉണ്ടാകാനുള്ള ചാൻസ് വളരെയേറെ കൂടുതലാണ്. എക്സാമ്പിൾ, ബിൽഡിംഗ് പർച്ചേസ്ഡ് ഫോർ ക്യാഷ്, നോൺ കറന്റ് അസറ്റ്സ്. അപ്പോൾ ബിൽഡിംഗ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നു, ക്യാഷ് കൊടുത്ത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നോൺ കറന്റ് അസറ്റ് വിൽ ഇൻക്രീസ് ആൻഡ് കറന്റ് അസറ്റ് വിൽ റെഡ്യൂസ്. നമ്മളൊക്കെ ഒരു പുതിയതായിട്ട് ഒരു നോൺ കറന്റ് അസറ്റ് വരുന്നു, അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളെ കയ്യിലുള്ള കറന്റ് അസറ്റ് ആയിട്ടുള്ള ക്യാഷ് കുറയുകയും ചെയ്യുന്നു വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ കറന്റ് ലയബിലിറ്റി. കറന്റ് ലയബിലിറ്റി ചേഞ്ച് വരുന്നില്ലെങ്കിൽ സോ വർക്കിംഗ് ക്യാപിറ്റൽ വിൽ ഡിക്രീസ്. സപ്പോസ് അങ്ങനെ ബിൽഡിംഗ് പർച്ചേസ്ഡ് ഫോർ ക്യാഷ് ആണെങ്കിൽ നമ്മളുടെ കയ്യിലേക്ക് എന്ത് വന്നു ചേരുന്നു, ഒരു നോൺ കറന്റ് അസറ്റ് ആയ ബിൽഡിംഗ് നമ്മളുടെ കയ്യിലേക്ക് വന്നു ചേരുന്നു. അതോടൊപ്പം തന്നെ നമ്മളെ കയ്യിലുള്ള കറന്റ് അസറ്റ് ആയ ക്യാഷ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്യുന്നു. സോ കറന്റ് അസറ്റ് ആയ ക്യാഷ് നമ്മളെ കയ്യിൽ നിന്ന് പോകും വിത്തൗട്ട്. അപ്പൊ കറന്റ് ലയബിലിറ്റിയിൽ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ഒരു ചേഞ്ചും ഉണ്ടാകുന്നില്ല എങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ത് ചെയ്യും, തീർച്ചയായിട്ടും കുറയുക തന്നെ ചെയ്യും. നെക്സ്റ്റ്, ഫിക്സഡ് അസറ്റ് ഈസ് സോൾഡ്. നമ്മളുടെ കയ്യിൽ ഒരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു ഫിക്സഡ് അസറ്റ് നമ്മൾ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മളുടെ കയ്യിലുള്ള കറന്റ് അസറ്റ് എന്ത് ചെയ്യും, കറന്റ് അസറ്റ് ഇൻക്രീസ് ചെയ്യും. കാരണം നമ്മൾ ആ ബിൽഡിംഗ്
വിൽക്കുമ്പോൾ നമ്മളുടെ കയ്യിലേക്ക് എന്ത് വരുന്നുണ്ട്? നമ്മളുടെ കയ്യിലേക്ക് ക്യാഷ് വരുന്നുണ്ട്. സോ ഇറ്റ് ഇൻക്രീസസ് ദി കറണ്ട് അസറ്റ്. അതെന്ത് ചെയ്യും? കറണ്ട് അസറ്റ് ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മളെ കയ്യിലുള്ള ബിൽഡിംഗ്, ദാറ്റ് മീൻസ് നോൺ കറണ്ട് അസറ്റ് എന്ത് ചെയ്യും? നമ്മളുടെ കയ്യിൽ നിന്ന് പോകും. സോ ഇറ്റ് റെഡ്യൂസസ് ദി നോൺ കറണ്ട് അസറ്റ്. സോ ബൈ നാച്ചുറലി എന്ത് ചെയ്യും? ഇറ്റ് ഇൻക്രീസസ് ദി വർക്കിംഗ് ക്യാപിറ്റൽ. സോ ഇറ്റ് ഇൻക്രീസസ് ദി വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ എന്ത് ചെയ്യും? ഇവിടെ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കും. Next, current assets and non-current liabilities. So one aspect of the transaction is current assets and the other aspect is non-current liabilities. There is flow of working capital. അവിടെ എന്ത് ചെയ്യും? ഒരു വർക്കിംഗ് ക്യാപിറ്റലിന് ഫ്ലോ ഉണ്ടാകാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. ഒരു ആസ്പെക്ട് കറണ്ട് അസറ്റും മറ്റൊരു ആസ്പെക്ട് നോൺ കറന്റ് ലയബിലിറ്റിയും ആണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലിലേക്ക് ഒരു ഫ്ലോ ഉണ്ടാകാനുള്ള ചാൻസ് വളരെയേറെ കൂടുതലായിരിക്കും. If equity shares are issued for cash, ഇക്വിറ്റി ഷെയർസ് എക്സാമ്പിൾ ആണ് പറയുന്നത്. ഇക്വിറ്റി ഷെയർസ് ക്യാഷിന് വേണ്ടിയിട്ട് നമ്മൾ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ഇൻക്രീസ് ദി ക്യാഷ്. ക്യാഷ് എന്ത് ചെയ്യും? നമ്മൾക്ക് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? കറണ്ട് അസറ്റ് നമ്മൾക്ക് ഇൻക്രീസ് ആയി വിത്തൗട്ട് എനി ഇൻക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റി ആൻഡ് ഓൾസോ ഇൻക്രീസ് ഇൻ ഇക്വിറ്റി ഷെയർ. നോൺ കറണ്ട് ലയബിലിറ്റി നമ്മൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? സോ ഇറ്റ് ഇൻക്രീസസ് ദി വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ശ്രദ്ധിക്കുക, ഇവിടെ ഇക്വിറ്റി ഷെയർസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ക്യാഷിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് നമ്മളുടെ കമ്പനിയിലേക്ക് എന്ത് വരുന്നുണ്ട്? ഇക്വിറ്റി ഷെയർ കൊടുക്കുന്നു, നമ്മൾ പൈസ വാങ്ങിക്കുന്നു. അപ്പോൾ പൈസ എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് അസറ്റ് ആണ്. കറണ്ട് അസറ്റ് കൂടുന്നു വിത്തൗട്ട് എനി ഇൻക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റി ആൻഡ് ഓൾസോ ഇൻക്രീസ് ഇൻ നോൺ കറണ്ട് ലയബിലിറ്റീസ്. അപ്പോൾ നമ്മളുടെ ഇക്വിറ്റി ഷെയർ എന്താണ്? നോൺ കറന്റ് ലയബിലിറ്റി ആണ്. നമ്മളുടെ ഇക്വിറ്റി ഷെയർ എന്താണ്? ഒരു നോൺ കറന്റ് ലയബിലിറ്റി ആണ്. ഇക്വിറ്റി ഷെയർ എന്താണ്? നമുക്കൊരു നോൺ കറന്റ് ലയബിലിറ്റി ആണ്. സോ വർക്കിംഗ് ക്യാപിറ്റൽ എന്ത് ചെയ്യും? ഇവിടെ ഇൻക്രീസ് ചെയ്യും. ഇനി ഇതേ ഇക്വിറ്റി ഷെയർസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആർ ഇഷ്യൂഡ് ഫോർ ക്യാഷ് ആണെങ്കിൽ ഇറ്റ് വിൽ ഡിക്രീസ് ദ ക്യാഷ്. ക്യാഷിന് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? നോൺ കറന്റ് അസറ്റ് നമ്മൾക്ക് ഡിക്രീസ് ചെയ്യും. ഓൾസോ ഇൻക്രീസ് ഇൻ ഇക്വിറ്റി ഷെയർ. ഇൻക്രീസ് എന്ത് ചെയ്യും? if debentures are issued for cash. അപ്പോൾ സെക്കൻഡ് എക്സാമ്പിളിൽ if debentures are issued for cash, നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുന്നു. ക്യാഷിന് വേണ്ടി ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ഇറ്റ് വിൽ ഡിക്രീസ് ദി ക്യാഷ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പോയി ഡിബെഞ്ചർ വാങ്ങിക്കും. നമ്മൾ പോയി ഡിബെഞ്ചർ വാങ്ങിക്കുമ്പോൾ നമ്മളെ കയ്യിലുള്ള കമ്പനിയുടെ കയ്യിലുള്ള കറണ്ട് അസറ്റ് എന്ത് ചെയ്യും? പോകും. കമ്പനിയുടെ കയ്യിലുള്ള കറണ്ട് അസറ്റ് കുറയും. അപ്പോൾ ഇറ്റ് വിൽ ഡിക്രീസ് ദി ഡിബെഞ്ചേഴ്സ് ആൻഡ് ഓൾസോ ഇറ്റ് വിൽ ഡിക്രീസ് ദി നോൺ കറന്റ് ലയബിലിറ്റി. നമ്മളെ കയ്യിലുള്ള ഡിബെഞ്ചർ പോവുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? നോൺ കറന്റ് ലയബിലിറ്റി ഡിക്രീസ് ചെയ്യും ആൻഡ് ഓൾസോ ഇൻക്രീസ് ഇൻ ഇക്വിറ്റി. Increase in equity share. Also increase in equity share ആകുമ്പോൾ it reduces the working capital. Current liabilities and non-current liabilities. If the debentures are issued to creditors, it will increase the non-current liabilities and decrease the current liabilities without any change in current liabilities. അപ്പോൾ ഒരു ആസ്പെക്ട് കറന്റ് ലയബിലിറ്റീസും മറ്റൊരു ആസ്പെക്ട് നോൺ കറന്റ് ലയബിലിറ്റീസും ആണെങ്കിൽ if debentures are issued to creditors, debentures creditorsനാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ it will increase the non-current liabilities. അതെന്ത് ചെയ്യും? non-current liabilities increase ചെയ്യും and it will decrease the current liabilities without any change in current asset and it will decrease the current liabilities without any change in current assets. current assetന് ഒരു ചേഞ്ചും വരുത്താതെ തന്നെ current liability ഡിക്രീസ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? there is increase in working capital. working capital increase ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കറന്റ് ലയബിലിറ്റീസും നോൺ കറന്റ് അസറ്റ്സും ആണെങ്കിൽ if the buildings are purchased on credit, ബിൽഡിംഗ് നമ്മൾ ക്രെഡിറ്റ് വഴിയാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നമ്മളെ കയ്യിലുള്ള നോൺ കറന്റ് അസറ്റ് ആയ ബിൽഡിംഗ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. കറന്റ് അസറ്റ് കറന്റ് ലയബിലിറ്റി എന്ത് ചെയ്യും? നമ്മളുടെ കയ്യിൽ നിന്ന് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? വർക്കിംഗ് ക്യാപിറ്റൽ എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. ട്രാൻസാക്ഷൻസ് ദാറ്റ് വിൽ നോട്ട് അഫക്ട് ദ ഫ്ലോ ഓഫ് ഫണ്ട്സ്. ഒരു ട്രാൻസാക്ഷൻസിൽ ദാറ്റ് വിൽ നോട്ട് അഫക്ട് ദ ഫ്ലോ ഓഫ് ഫണ്ട്സിൽ ഫസ്റ്റ് വൺ എന്താണെന്ന് പറഞ്ഞാൽ if the goods are sold on credit, ഗുഡ്സ് ക്രെഡിറ്റിന് വിൽക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ഇൻക്രീസ് ദി കറന്റ് ഡെപ്റ്റേഴ്സ്. കറന്റ് അസറ്റ്സ് നമ്മൾക്ക് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് നമുക്ക് എന്ത് ചെയ്യും? റെഡ്യൂസും ചെയ്യും. സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് നമ്മൾ റെഡ്യൂസ് ചെയ്യും. ഇത് രണ്ടും
ഡെപ്റ്റേഴ്സ് ഇൻക്രീസ് ചെയ്യുകയും സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് റെഡ്യൂസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് സംഭവിക്കും? വർക്കിംഗ് ക്യാപിറ്റലിൽ യാതൊരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. വർക്കിംഗ് ക്യാപിറ്റലിൽ യാതൊരു മാറ്റവും, there is no change in working capital. അതുപോലെ തന്നെ if cash is paid to creditors, നമ്മൾ കടക്കാരനാണ്, നമ്മൾ നമ്മളുടെ ക്രെഡിറ്ററിന് പൈസ കൊടുക്കുകയാണെങ്കിൽ നമ്മളെ കയ്യിലുള്ള കറണ്ട് അസറ്റ് ഡിക്രീസ് ചെയ്യുകയും കറണ്ട് ലയബിലിറ്റി എന്ത് ചെയ്യും? ഒരുപോലെ ഡിക്രീസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് സംഭവിക്കും? there is no change in working capital. there is no change in working capital. നോൺ കറന്റ് അസറ്റ്സും നോൺ കറന്റ് ലയബിലിറ്റീസും ആണെങ്കിൽ ബിൽഡിംഗ്സ് ആർ പർച്ചേസ്ഡ് ബൈ ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ്, ദെൻ ഇൻക്രീസ് ഇൻ നോൺ കറന്റ് അസറ്റ്സ് ആൻഡ് നോൺ കറന്റ് ലയബിലിറ്റീസ്. ഇപ്പോൾ ബിൽഡിംഗ്സ് ആർ പർച്ചേസ്ഡ്, ബിൽഡിംഗ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇക്വിറ്റി ഷെയർ വഴി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇൻക്രീസ് എന്ത് ചെയ്യും? നമ്മളുടെ നോൺ കറന്റ് അസറ്റ് ഇൻക്രീസ് ചെയ്യുകയും നോൺ കറന്റ് ലയബിലിറ്റീസും ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? there is no change in working capital. there is no change in working capital. If debentures are redeemed out of amount received from the sale of machinery, if debentures are redeemed out of amount received from the sale of machinery, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിബെഞ്ചേഴ്സ് റെഡീം ചെയ്യുന്നുണ്ട് ഔട്ട് ഓഫ് amount received from the sale of machinery. മെഷീനറി റെഡീം ചെയ്തിട്ട് നമ്മൾ ഡിബെഞ്ചേഴ്സ് വാങ്ങിക്കുകയാണെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള നോൺ കറന്റ് അസറ്റ് ആയ ഡിബെഞ്ചേഴ്സ് എന്ത് സംഭവിക്കും? കുറയും. അതുപോലെ നോൺ കറന്റ് അസറ്റ് ആയ മെഷീനറി എന്ത് ചെയ്യുന്നുണ്ട്? ക്യാഷ് അല്ല, മെഷീനറി എന്ത് ചെയ്യുന്നു? കുറയുന്നുണ്ട്. അതുപോലെ തന്നെ നോൺ കറന്റ് ലയബിലിറ്റീസും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. സോ there is no change in working capital. അവിടെ വർക്കിംഗ് ക്യാപിറ്റലിന് യാതൊരുവിധ ചേഞ്ചും ഇല്ല. നോൺ കറന്റ് ലയബിലിറ്റീസ് ഓർ നോൺ കറന്റ് അസറ്റ്സ്, ഇഫ് ദി ഡിബെഞ്ചേഴ്സ് ആർ കൺവേർട്ടഡ് ഇൻ ടു ഷെയർ ക്യാപിറ്റൽ, ഡിബെഞ്ചേഴ്സ് നമ്മൾ ഷെയർ ക്യാപിറ്റലിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ദ നോൺ കറന്റ് ലയബിലിറ്റീസും ആൻഡ് അതർ ഇറ്റ് ഡിക്രീസസ്, ഇറ്റ് ഇൻക്രീസസ് ദി നോൺ കറന്റ് ലയബിലിറ്റീസ്. നോൺ കറന്റ് ലയബിലിറ്റീസ് ഇവിടെ എന്താണ്? ഷെയർ ക്യാപിറ്റൽ ആണ്. ഷെയർ ക്യാപിറ്റൽ എന്ന നോൺ കറന്റ് ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുകയും പിന്നെ നോൺ കറന്റ് ലയബിലിറ്റീസും നോൺ കറന്റ് ലയബിലിറ്റീസ് വീണ്ടും എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യില്ല? ഒരു ചേഞ്ചും ഉണ്ടാകത്തില്ല. Next one is a fund flow statement. Fund flow statement എന്താണ്? Financial resources required for running. So financial resources required for every running of business you need financial resources. So the matches the fund raised with the funds applied without making any distinction between capital and revenue. അപ്പോൾ എന്ത് ചെയ്യണം? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ക്യാപിറ്റലും റവന്യൂ തമ്മിൽ ഒരു ഡിസ്റ്റിങ്ഷനും ഇല്ലാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് മാച്ച് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഇറ്റ് ഈസ് മോർ റിലയബിൾ, ഇറ്റ് ഈസ് മോർ റിലയബിൾ ആണ്. ഓക്കെ, ഇനി there may be other sources of funds such as share capital, debentures, sale of fixed assets besides funds from operations. അപ്പോൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ് അല്ലാതെ തന്നെ നമുക്ക് ഷെയർ ക്യാപിറ്റൽ, ഡിബെഞ്ചർ, സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സും എല്ലാം ഉണ്ടായിരിക്കും. they are usually prepared at every month. ഓരോ മാസത്തിലും നമ്മൾ എന്ത് ചെയ്യണം? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കണം. കമ്പാരിറ്റീവ് പൊസിഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഓൺ 2 ബാലൻസ് ഷീറ്റ്. അപ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റുകൾ പ്രിപ്പയർ ചെയ്യുന്നതിനാണ് ഇറ്റ് ഈസ് എ കമ്പാരിറ്റീവ് പൊസിഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഓൺ 2 ബാലൻസ് ഷീറ്റ്. ഇൻഫർമേഷൻ ഓൺലി ടു റിലേറ്റിംഗ് ടു വർക്കിംഗ് ക്യാപിറ്റൽ, ദസ് ഇറ്റ് സ്കോപ്പ് ഈസ് ലിമിറ്റഡ്. ഓക്കെ, വർക്കിംഗ് ക്യാപിറ്റൽ എന്ത് ചെയ്യണം? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സിൽ ഇൻഫർമേഷൻസ് റിഗാർഡിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ മാത്രമേ നമ്മൾ കൊടുക്കുകയുള്ളൂ. അതുകൊണ്ട് അതിന്റെ സ്കോപ്പ് എപ്പോഴും എന്ത് ചെയ്യും? ലിമിറ്റഡ് ആയിരിക്കും. Next one, the excess of sources over application of funds is known as increase in working capital. അപ്പോൾ excess of sources over application is known as increase in working capital. Okay, while excess of application over sources is known as decrease in working capital. അപ്പോൾ excess of application over sources, അതായത് നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ സോഴ്സസ് ഓഫ് ഫണ്ട്സ് ആണ് കൂടുതൽ, ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്സിനെക്കാളും സോഴ്സസ് ഓഫ് ഫണ്ട്സ് ആണ് കൂടുതലെങ്കിൽ നമ്മൾക്ക് എന്ത് പറയാം? വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആണെന്ന് പറയാം. അതേസമയം ആപ്ലിക്കേഷൻ ആണ് കൂടുതൽ, ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് ആണ് കൂടുതൽ, സോഴ്സസ് ഓഫ് ഫണ്ടിനേക്കാൾ കൂടുതലെങ്കിൽ നമ്മൾക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഈ ഒരു മെത്തേഡ് വളരെ സൂക്ഷിക്കണം. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് യൂഷ്വലി ഡീൽസ് വിത്ത് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. അതുപോലെ തന്നെ എക്സസ് ഓഫ് സോഴ്സസ് ഓഫ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. എക്സസ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് സോഴ്സസ് ആണെങ്കിൽ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. ഇത് രണ്ടും പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ ട്രാൻസാക്ഷൻസ് വിച്ച് അഫക്ട് ദ ഫ്ലോ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഓർ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ചോദിക്കും. ട്രാൻസാക്ഷൻസ് വിച്ച് വിൽ നോട്ട് അഫക്ട് ദ ഫ്ലോ ഓഫ് വർക്കിംഗ് ക്യാപിറ്റലും ചോദിക്കാനുള്ള ചാൻസ് വളരെയേറെ കൂടുതലാണ്. പിന്നെ നോൺ കറന്റ് ലയബിലിറ്റീസും നോൺ കറന്റ് അസറ്റ്സും എന്തൊക്കെയാണെന്നുള്ള ചോദിക്കാനുള്ള സാധ്യതയും പരീക്ഷയ്ക്ക് വളരെ കൂടുതലാണ്.
ഇനി പ്രിപ്പറേഷൻ ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഓൺ ദ ബേസിസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ബേസിസിലാണ്. അതിൽ ഫസ്റ്റ് വൺ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. ഓക്കെ, ചേഞ്ചസിന്റെ സ്പെല്ലിംഗ് ജസ്റ്റ് ഒന്ന് തെറ്റിപ്പോയി, തിരുത്താം. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ നോക്കിയാൽ ആൻ ഇൻക്രീസ് ഇൻ കറന്റ് അസറ്റ് ഇൻക്രീസസ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ കറന്റ് അസറ്റിൽ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും വർക്കിംഗ് ക്യാപിറ്റൽ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഇത് നാലിലും നിങ്ങൾ ശ്രദ്ധയോടെ പഠിക്കണം. ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതുപോലെ തന്നെ ചോദിക്കും പരീക്ഷയ്ക്ക്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻക്രീസസ് ദി വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് ചോദിക്കും. അപ്പോൾ ആൻ ഇൻക്രീസ് ഇൻ കറന്റ് അസറ്റ് ഇൻക്രീസസ് വർക്കിംഗ് ക്യാപിറ്റൽ. A decrease in current assets decreases the working capital. An increase in current liabilities decreases working capital. A decrease in current liabilities increases working capital. So an increase in current asset എന്തായിരിക്കും? Increases working capital. അതുപോലെ തന്നെ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് എന്തായിരിക്കും? അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് a decrease in current asset decreases working capital. ആൻഡ് ഇൻക്രീസ് ഇൻ കറന്റ് ലയബിലിറ്റി. കറന്റ് ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? വർക്കിംഗ് ക്യാപിറ്റൽ, നമ്മളെ കയ്യിലുള്ള കറന്റ് ലയബിലിറ്റി കൂടുന്നു. അങ്ങനെയാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും വർക്കിംഗ് ക്യാപിറ്റൽ കുറയും. അതുപോലെ നമ്മളെ കയ്യിലുള്ള കറന്റ് ലയബിലിറ്റി കുറയുകയാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ തീർച്ചയായിട്ടും കൂടും. സോ ആൻ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആൻ ഇൻക്രീസ് ഇൻ കറന്റ് അസറ്റ് ഇൻക്രീസസ് വർക്കിംഗ് ക്യാപിറ്റൽ. ആൻ ഇൻക്രീസ് ഇൻ കറന്റ് ലയബിലിറ്റി decreases working capital. An increase in current liability decreases working capital. ഇത് രണ്ടും പഠിച്ചാൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് നമ്മളുടെ കയ്യിലൊരു ബിൽഡിംഗ്, നമ്മളെ കയ്യിലേക്ക് വരുന്ന കറന്റ് അസറ്റ്, ദാറ്റ് മീൻസ് ക്യാഷ് നമ്മളെ കമ്പനിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ത് ചെയ്യും? കൂടും. നമുക്ക് ഒരു കറന്റ് ലയബിലിറ്റി, അതായത് നമ്മൾ മറ്റുള്ള ക്രെഡിറ്റേഴ്സിന് ക്യാഷ് കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മളെ കയ്യിലുള്ള കറന്റ് അസറ്റ് എന്ത് ചെയ്യും? കുറയും. അപ്പോൾ അതെന്ത് ചെയ്യും? വർക്കിംഗ് ക്യാപിറ്റൽ കുറയ്ക്കും. ഇത്രയേ ഉള്ളൂ. ഇനി ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സിൽ സോഴ്സസ് ഓഫ് ഫണ്ട്സും ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്സിൽ ഏതൊക്കെ വരും എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ നിങ്ങൾ ശ്രദ്ധിച്ച ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ്, ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റ്സ്, ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബെഞ്ചേഴ്സ്, റേസിംഗ് എ ലോൺ, സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ് ആൻഡ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്സ്, റെസിപ്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ്, റീഫണ്ട് ഓഫ് ടാക്സ്, ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എക്സെട്ര. അപ്പോൾ സോഴ്സസ് ഓഫ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കമ്പനിയുടെ സോഴ്സസ് ഓഫ് ഫണ്ട് എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് എന്തെല്ലാം ഫണ്ടുകൾ നമ്മളുടെ കമ്പനിയിലേക്ക് വരുന്നു. അപ്പോൾ വരുന്ന ഫണ്ടുകളെല്ലാം നമ്മൾ സോഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ സോഴ്സ് ആണ്. ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റ്, നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ്, ഒരു ബിൽഡിംഗിൽ ഇൻവെസ്റ്റ് ചെയ്തു. ആ ബിൽഡിംഗിൽ നിന്ന് നമുക്ക് റെന്റിന്റെ വരുമാനം കിട്ടുന്നുണ്ട്. ദാറ്റ് ഈസ് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റ്. അല്ലെങ്കിൽ നമ്മൾ ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്തു, അതിൽ ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പോൾ അതെന്താണ്? സോഴ്സസ് ഓഫ് ഫണ്ട് ആണ്. ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിവെഞ്ചേഴ്സ്, നമ്മൾ ഷെയർസും ഡിവെഞ്ചേഴ്സും ഇഷ്യൂ ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമ്മൾക്ക് എന്ത് കിട്ടും? തിരിച്ചു വരുമാനം കിട്ടും. അപ്പോൾ ക്യാഷ് കിട്ടും. അങ്ങനെ ഷെയർസും ഡിവെഞ്ചേഴ്സും ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നു, ക്യാഷിന് ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മളുടെ കമ്പനിയിലേക്ക് ക്യാഷ് വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? സോഴ്സസ് ഓഫ് ഫണ്ട് എന്ന് നമ്മൾ വിളിക്കും. റേസിംഗ് എ ലോൺ, നമ്മൾ ലോൺ റേസ് ചെയ്തു, നമ്മളുടെ കയ്യിലേക്ക് എന്ത് വരുന്നുണ്ട്? പണം വരുന്നുണ്ട്. അതും സോഴ്സസ് ഓഫ് ഫണ്ട് ആണ്. സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ് ആൻഡ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്, നമ്മൾ ഫിക്സഡ് അസറ്റും ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റും വിൽക്കുമ്പോൾ നമ്മളെ കയ്യിലേക്ക് എന്ത് വന്നു ചേരും? പണം വന്നു ചേരും. അതിനെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് നമ്മൾ പറയും. റെസിപ്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ് ആൻഡ് റീഫണ്ട് ഓഫ് ടാക്സ്. റീഫണ്ട് ഓഫ് ടാക്സ്, നമ്മൾക്ക് ടാക്സ് കൊടുത്തതിന് റീഫണ്ട് തിരിച്ചു കിട്ടി. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് നമ്മൾക്ക് എന്ത് ചെയ്യും? റെസിപ്റ്റ് ആയിട്ട് തിരിച്ചു കിട്ടി. ഇൻട്രസ്റ്റ് റെസിപ്റ്റ് ആയിട്ട് കിട്ടിയാലും ഡിവിഡൻഡ് കിട്ടിയാലും ടാക്സ് റീഫണ്ട് ആയി ഇത് കിട്ടിയാലും നമുക്ക് എന്ത് പറ്റും? നമുക്ക് അതൊരു സോഴ്സസ് ഓഫ് ഫണ്ട് ആണ്. ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ, വർക്കിംഗ് ക്യാപിറ്റൽ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് അതെന്താണ്? ഒരു സോഴ്സസ് ഓഫ് ഫണ്ട് ആണ്. ഒരു ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്? നമുക്കൊരു സോഴ്സ് ഓഫ് ഫണ്ട്. ഇനി ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്. ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കയ്യിലുള്ള കമ്പനിയുടെ കയ്യിലുള്ള ഫണ്ടുകൾ വെളിയിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്താണ്? ഫണ്ട് ലോസ്റ്റ് ഇൻ ഓപ്പറേഷൻസ്. നിങ്ങൾ സോഴ്സസ് ഓഫ് ഫണ്ടിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്. ഫണ്ട്സ് ലോസ്റ്റ് ഇൻ ഓപ്പറേഷൻസ്. റീപേയ്മെന്റ് ഓഫ് ലോങ് ടേം ലോൺസ്. റീപേയ്മെന്റ് ഓഫ് ലോങ് ടേം ലോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടേം ലോൺസ് നമ്മൾ പൈസ എടുത്ത് കൊടുത്ത് റീപേ ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് റീപേയ്മെന്റ് ഓഫ് ലോങ് ടേം ലോൺസ് എന്ന് നമ്മൾ പറയുന്നു. റിഡംഷൻ ഓഫ് പ്രിഫറൻഷ്യൽ ഷെയർസ് ആൻഡ് ഡിബെഞ്ചേഴ്സ്. റിഡംഷൻ ഓഫ് പ്രിഫറൻഷ്യൽ ഷെയർസ് ആൻഡ് ഡിബെഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിഫറൻഷ്യൽ ഷെയർസും ഡിബെഞ്ചേഴ്സും റിഡീം ചെയ്യുമ്പോൾ നമ്മളുടെ കയ്യിലുള്ള പണം തിരികെ അങ്ങോട്ട് പോകും. അപ്പോൾ അതിനെ എന്തെന്ന് വിളിക്കും? ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് എന്ന് വിളിക്കും.
പിന്നെ വരുന്ന പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്സ്. നമ്മളൊരു ഫിക്സഡ് അസറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിലുള്ള പണം ഫിക്സഡ് അസറ്റിലേക്ക് പോകും. അപ്പോൾ നമ്മളുടെ കമ്പനിയിലുള്ള പണം കുറയും. അപ്പോൾ ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് ആവും. പർച്ചേസ് ഓഫ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്, പേയ്മെന്റ് ഓഫ് ക്യാഷ് ഡിവിഡൻഡ്, പേയ്മെന്റ് ഓഫ് ടാക്സസും നമ്മളുടെ കയ്യിൽ നിന്ന് കമ്പനിയുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന പണമാണ്. അപ്പോൾ അത് എന്താണ്? പേയ്മെന്റ് ഓഫ് ടാക്സ്, പേയ്മെന്റ് ഓഫ് ലോങ് ടേം ക്യാഷ് ഡിവിഡൻഡ്, പേയ്മെന്റ് ഓഫ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് എന്താണ്? ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് ആണ്. Drawings in the case of proprietary or partnership business. Drawings in the case of proprietary or partnership business എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോയിങ്സ് നടത്തി കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താണ്? അതും ഒരു ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് ആണ്. അതും ഒരു ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് ആണ്. ലോസ് ഓഫ് ക്യാഷ് ബൈ എംബസൽമെന്റ്. എംബസൽമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കമ്പനിയിലെ ഒരു വ്യക്തി ക്യാഷ് തിരിമറി കാണിച്ചപ്പോൾ നമ്മളുടെ കയ്യിലുള്ള പണം പോയി. അതും എന്താണ്? ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് ആണ്. അതുപോലെ തന്നെ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. നമ്മളുടെ കയ്യിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾക്ക് ഇപ്പോൾ വേണ്ടുന്ന 10,000 രൂപയുടെ വർക്കിംഗ് ക്യാപിറ്റൽ മതി കമ്പനിക്ക്. പക്ഷെ നമ്മളുടെ കമ്പനിക്ക് ഇനി 30,000 രൂപയുടെ വർക്കിംഗ് ക്യാപിറ്റൽ വേണം ഇനി ഓപ്പറേഷൻസ് നടത്താൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിലുള്ള പണം എന്ത് ചെയ്യുന്നുണ്ട്? വർക്കിംഗ് ക്യാപിറ്റലിലേക്ക് പോകുന്നു. വർക്കിംഗ് ക്യാപിറ്റൽ അങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നു. ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതും എന്താണ്? ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് ആണ്. ശ്രദ്ധിക്കുക, പരീക്ഷയ്ക്ക് സോഴ്സസ് ഓഫ് ഫണ്ടും ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടിൽ 4 ഓപ്ഷൻ തന്നിട്ട് ഇതിൽ ഏതാണ് സോഴ്സ് ഓഫ് ഫണ്ട് അല്ലെങ്കിൽ ഇതിൽ ഏതാണ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് എന്നുള്ളതിനെ പറ്റി ചോദിക്കാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ കാര്യമായി ഇതെന്ത് ചെയ്യണം? പഠിക്കേണ്ടതാണ്. ഓക്കെ.